നമസ്കാരം സാർ, ഞാൻ ക്രൈം ന്യൂസിൽ നിന്നാണ്. അയ്യപ്പദാസ് ആണ് സാറേ. സാറേ, ഞാൻ വിളിച്ചത് നമ്മുടെ ഇപ്പോ ഈ സിദ്ധാർത്ഥന്റെ കോളേജിലെ ഉണ്ടായിരുന്ന ആ ഡീൻ, നമ്മുടെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് സസ്പെൻഷനിലായിരുന്ന ആ ഡീനിനെയും അസിസ്റ്റന്റ് വാർഡനെയും തിരിച്ചെടുക്കാൻ ഒരു നീക്കം കോളേജ് അധികൃതർ നടത്തിയതായിട്ടും അതിനെ ആ ഓർഡറിനെ ഗവർണർ സ്റ്റേ ചെയ്തതായും ഇപ്പോ ഒരു നമുക്കിങ്ങനെ ഒരു അറിവ് കിട്ടിയിട്ടുണ്ട്. സാറ് ഒന്ന് ഇതിനകത്ത് ഈ ഉണ്ടായിരിക്കുന്ന നീക്കങ്ങളെ കുറിച്ച് ഒന്ന് പറയാമോ? സാർ, ഞങ്ങള് സിദ്ധാർത്ഥൻ കഴിഞ്ഞ ഫെബ്രുവരി 2024 ഫെബ്രുവരി 18 മരണപ്പെടുന്നത്. അപ്പം അവന് ഹോസ്റ്റൽ റൂമില് ശുചിമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയെന്നാണ് അന്നത്തെ ഡീനും നമ്മൾ അറിയിച്ചതല്ല, കോളേജിൽ നിന്ന് അറിയാൻ കഴിഞ്ഞത്. അപ്പൊ ഡീനിന്റെ അറിവോട് കൂടിയാണ് ആ കൊലപാതകം നടന്നിട്ടുള്ളതെന്ന് നമുക്ക് പ്രഥമ ദൃഷ്ടിയ മനസ്സിലായ കാര്യമാണ്. ഡീനിന് ആ കാര്യങ്ങൾ മുഴുവനും അറിയാമായിരുന്നു. അതായത് മൗനസഭ, അവിടുത്തെ അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥനും ഉൾപ്പെടെ രണ്ടുപേർക്കും ഈ കാര്യങ്ങൾ അറിയാമായിരുന്നു. ഇവർ രണ്ടുപേരും SFIയിലെ വിദ്യാർത്ഥികൾക്ക് മൗനസമ്മതം കൊടുക്കുകയായിരുന്നു ഈ കൊലപാതകത്തിന് വേണ്ടി. അപ്പം ഇവരുടെ പങ്ക് നമുക്ക് അന്നേ വളരെ വ്യക്തമായത് കൊണ്ടാണ് ആദ്യ നാൾ മുതൽ തന്നെ ഞാൻ പല കാര്യങ്ങളിലും പല റിപ്പോർട്ടുകളിലും എല്ലാത്തിലും ഇവരുടെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുകയും തുടർന്ന് തന്നെ ഗവർണർ VCയെ സസ്പെൻഡ് ചെയ്യുന്നു. പുതിയതായി വന്ന VC ആദ്യം ചെയ്ത നടപടി തന്നെ കാന്തനാഥനെയും അസിസ്റ്റന്റ് വാർഡൻ കാന്തനാഥനെയും ഡീൻ നാരായണനെയും സസ്പെൻഡ് ചെയ്തു. ആ നടപടി ഇപ്പോൾ ഒരു പ്രകോപനവും ഇല്ല. അവരെ വെള്ളപൂശി കാണിക്കുവാൻ വേണ്ടി മാത്രമായിട്ട് യൂണിവേഴ്സിറ്റിയിലെ മാനേജിംഗ് കമ്മിറ്റി മീറ്റിംഗ് കൂടുകയും ഈ 6 മാസം കഴിഞ്ഞു, അതായത് ഇപ്പം ഇവര് സസ്പെൻഷൻ കാലാവധി 6 മാസം കഴിഞ്ഞത് കൊണ്ട് തിരിച്ചെടുക്കുന്നു എന്നും കൊണ്ട് കമ്മിറ്റി കൂടി 16 പേരെന്തോ അടങ്ങുന്ന ഒരു പാനലില് കൂടിയിട്ട് അവര് 4 പേര് അതിനെ എതിർക്കുകയും 12 പേര് അനുകൂലിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ഇവരെ തിരിച്ചെടുക്കുവാൻ വേണ്ടി തീരുമാനം. അതും പാലക്കാട്ടുള്ള ഒരു ഏവിയേഷൻ കോളേജിൽ പുതിയ പ്രിൻസിപ്പലായിട്ടും മറ്റേ പ്രൊഫസറായിട്ടും നിയമിക്കാനായിരുന്നു തീരുമാനം. അതില് അന്ന് ഇപ്പോഴത്തെ ഡീന് VC അനിൽ സാറ്, MLA സിദ്ദിഖ് സാറ്, പിന്നുള്ള 2 അധ്യാപകർ, ഇവർ 4 പേരാണ് എതിർത്തത്. അതിനെ അനുകൂലിച്ച് MLA സച്ചിൻ ദേവ്, ഇതുപോലുള്ള കുറച്ച് അവിടുത്തെ പൊളിറ്റിക്കൽ സെക്രട്ടറി, ഫിനാൻസ് സെക്രട്ടറി, അങ്ങനെയുള്ള കുറച്ച് പേരുണ്ടെന്ന് അറിയാവുന്ന കഴിഞ്ഞു 12 പേര്. അവര് രൂക്ഷമായിട്ട് വളരെ എന്തോ ആക്രോശിച്ചുകൊണ്ടാണ് ഇവരെ എടുത്തേ പറ്റുള്ളൂ എന്നൊക്കെയാണ് കമ്മിറ്റിയിൽ പറഞ്ഞെന്നാണ് പറയുന്നത്. അതായത് പക്ക രാഷ്ട്രീയ ഇടപെടൽ, പക്ക CPMന്റെ രാഷ്ട്രീയ ഇടപെടലും അവരുടെ ഗുണ്ടായുസവും ഈ കമ്മിറ്റിയിൽ അവർ കാണിച്ചു. അങ്ങനെ ഇവർ രണ്ടുപേരും, അതായത് ഈ ഡീൻ എന്ന് പറയുന്ന ആളെന്ന് പറയുന്ന പാർട്ടിയിലെ ചെറുപ്പം കാലം മുതൽ പാർട്ടിയിലെ ഏറ്റവും വലിയ ആളാണ്. ഭാര്യ എന്ന് പറയുന്നത് അവരുടെ ബാങ്കിലെ CPMന്റെ അനുകൂല പാർട്ടിയിലെ ഒരു നേതാവും കൂടെയാണ്. അപ്പൊ അവർക്ക് പൊളിറ്റിക്കലി ഭയങ്കരമായ ഞങ്ങളെപ്പോലെയൊന്നും അല്ല, അവർക്ക് സമൂഹത്തിൽ വളരെ സ്വാധീനമുള്ളവരാണ്. അപ്പം അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഈ പാർട്ടി എന്തും ചെയ്യും. അപ്പം ആ 6 മാസം കാത്തിരിക്കുകയും ആ സമയത്ത് തന്നെ ഇവർ കമ്മിറ്റി കൂടി ഇവർ രണ്ടുപേരും തിരിച്ചെടുക്കുവേണ്ട തീരുമാനം എടുക്കുകയും ചെയ്തു. അപ്പൊ ഇവര് മനഃപൂർവ്വം കൊലക്കുറ്റവാളികളായ 2 പേരെ രക്ഷപ്പെടുത്തുവാനും കൊലയ്ക്ക് ചെയ്യുന്നവനെക്കാളും ചെയ്യാൻ അനുവാദം കൊടുത്തവർക്കാണ് കുറ്റം എന്തുപോലും മാനിക്കാതെ ഇവരെ തിരിച്ചെടുക്കുവാൻ വേണ്ടി ഈ തീരുമാനം അറിഞ്ഞ ഉടനെ തന്നെ ഞങ്ങൾ VC ആയിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇതൊരു കമ്മിറ്റി അവർ തീരുമാനം എടുത്തിട്ടുള്ളേ ഉള്ളൂ, അത് ഗവർണറെ ഇനി ഫോർവേഡ് ചെയ്യേണ്ടതുണ്ട്. ഞങ്ങൾ അടുത്ത് തന്നെ ഗവർണറുമായിട്ട് ബന്ധപ്പെടുകയും അദ്ദേഹത്തിന് ഉടൻ തന്നെ എമർജൻസി ആയിട്ട് തന്നെ ഒരു പരാതി കൊടുക്കുകയും ചെയ്തു. വളരെ പെട്ടെന്ന് അദ്ദേഹം, അതാണ് പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ നട്ടലുള്ള മനുഷ്യൻ എന്ന് പറയുന്നത് അതാണ്. അദ്ദേഹം ഉടൻ തന്നെ നമ്മളെ പരാതി തീരുമാനം എടുക്കുകയും ഇപ്പം അവിടുന്ന് നട്ടല് മാത്രമല്ല മാനുഷികതയും അദ്ദേഹത്തിന് മാനുഷിക പരിഗണന വളരെയിട്ടുണ്ട്. അദ്ദേഹത്തിന് കുട്ടിയുടെ ഞങ്ങൾ ആദ്യമായി പരാതി കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. അപ്പൊ അത്രയ്ക്ക് അദ്ദേഹത്തിന് വൈകാരികതയുണ്ട്. അദ്ദേഹം ഞങ്ങളെ വീട്ടിൽ വന്നു, എന്നിട്ട് അവന്റെ സിദ്ധാർത്ഥന്റെ അമ്മയ്ക്ക് എന്ത് മെഡിക്കൽ സപ്പോർട്ട് വേണമെങ്കിലും ഞാൻ അവിടുന്ന് രാജ്ഭവനിൽ നിന്ന് ആളയക്കാന്ന് പറഞ്ഞു. അത്രയും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ പോയപ്പോൾ ആദ്യം ചോദിച്ച ഈ കാര്യം ഇത്രയും ഓർത്തു വയ്ക്കാൻ അദ്ദേഹത്തിന് എങ്ങനെ പറ്റുന്നു എന്ന് പോലും എനിക്ക് അതിശയമായിരുന്നു.
അപ്പൊ അങ്ങനെയുള്ള ഒരു അദ്ദേഹം മനുഷ്യനാണ്. അദ്ദേഹം ഉടൻ തന്നെ ഇടപെടുകയും ഈ മിനിറ്റ്സിനെ തന്നെ റദ്ദ് ചെയ്തു. ആ നടപടിയെ റദ്ദ് ചെയ്തതായിട്ട് ഇപ്പൊ വാർത്തകളിൽ നിന്ന് അറിയാൻ കഴിയും. വളരെ സന്തോഷമുണ്ട് അദ്ദേഹത്തിന്റെ ഈ നടപടിയിൽ. അദ്ദേഹത്തിന് എന്നും ഞങ്ങൾ കടപ്പെട്ടിരിക്കും. അപ്പോൾ അതിലൂടെ ഈ രണ്ട് കൊലപാതകളെയും തിരിച്ചെടുക്കാതെ നരാധിപന്മാർ അവന്മാര് അതായത് വെറും ഒരു മതിലിനപ്പുറത്തുള്ള ഇയാള് അവന്റെ ഈ കരച്ചിൽ കേട്ടില്ല എന്ന് എന്താത്ര ധൈര്യത്തിൽ പറയുന്നുവെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇയാള് നമ്മളെ വീട്ടിൽ വന്നത് തന്നെ പോലീസ് പ്രൊട്ടക്ഷനിലാണ് വീട്ടിൽ വന്നത്. ഇയാൾ ഞങ്ങളെ കാണാൻ വന്നത്. അപ്പം അത്രയ്ക്കുള്ള ക്രൂരനായ ആളാണ്. അപ്പൊ ഇയാളെ ഒരു കാലത്തും സസ്പെൻഷൻ അല്ല, ഇയാളെയൊക്കെ ഡിസ്മിസ് ചെയ്ത് ജയിലിൽ അടയ്ക്കേണ്ടതാണ് ചെയ്യേണ്ടത്. അപ്പം ഇത് ഇങ്ങനെ ഒരു റദ്ദാക്കി ഗവർണർ നടപടി ഞങ്ങൾ വളരെയേറെ സന്തോഷമുണ്ട്. അപ്പം ഞങ്ങൾക്ക് നീതി കിട്ടൂല എന്നാണ് വിചാരിച്ചത്. അപ്പൊ ഇതിലൂടെ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പൊ ഗവർണർ ഇടപെട്ടിരിക്കുന്നു, ഇതിൽ കേന്ദ്രം ഇടപെടുന്നു. സാർ എന്തായി സാർ CBI അന്വേഷണം എവിടം വരെയായി? CBI അന്വേഷണം അവര് ഇപ്പോൾ കൊടുത്തിരിക്കുന്നത് ഫൈനൽ റിപ്പോർട്ട് എന്നാണ്. ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വായിച്ച മുകളിൽ എഴുതിയിരിക്കുന്ന ഫൈനൽ റിപ്പോർട്ട് സബ്മിറ്റഡ് എന്നാണ് കാണാൻ കഴിഞ്ഞത്. അപ്പം അത് ഇനി എന്തായെന്നോ ഞങ്ങൾ ഇടയ്ക്കൊരു CBI ആയിട്ട് കോൺടാക്ട് ചെയ്തിരുന്നു. അപ്പോൾ അദ്ദേഹം ഇപ്പൊ ചാർജ് ഉണ്ടായിരുന്ന DOSP സാർ പറഞ്ഞു ഞാൻ പെൻഷനായി, പുതിയ ആൾ ചാർജ് എടുത്തു എന്ന് പറഞ്ഞു. പുതിയ ആൾ നിങ്ങൾ എന്തെങ്കിലും അറിഞ്ഞായിരുന്നോ സാർ? എന്താണ് അതിനെക്കുറിച്ച് അത് വായിച്ചു. അത് നമ്മൾ കുറെയൊക്കെ അവരുടെ ടെക്നിക്കൽ വേർഡുകളാണ്. എന്തായാലും അവർ എഴുതിയിരിക്കുന്നത് അത് ഇനി മറ്റുള്ള തെളിവുകൾ കിട്ടുന്ന മുറയ്ക്ക് അല്ലെങ്കിൽ ഫോറൻസിക് മറ്റുള്ള രേഖകൾ കിട്ടുന്നതിനനുസരിച്ച് കേസ് അപ്ഡേറ്റ് ചെയ്യുകയും മറ്റുള്ള കാര്യങ്ങളുമായിട്ട് അവർ മുന്നോട്ട് പോകുന്നതിനാണ് അതിൽ പറഞ്ഞിട്ടുള്ളത്. CBI റിപ്പോർട്ടിനെ സംബന്ധിച്ച് നിങ്ങൾ എന്തെങ്കിലും വിവരം ഗവർണറോട് പറഞ്ഞിട്ടുണ്ടോ? കേന്ദ്രത്തിൽ മറ്റാരോടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഗവർണർ പറഞ്ഞു നിങ്ങൾ കേസുമായിട്ട് കറക്റ്റായിട്ട് മുന്നോട്ട് പോകണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ ഈ കാര്യങ്ങളൊന്നും ധരിപ്പിച്ചിട്ടില്ല. ഇപ്പൊ CBI അത് ധരിപ്പിക്കണം. കാര്യം ഇവിടുത്തെ കേരള പോലീസ് കൊടുത്തിരിക്കുന്ന ഇപ്പൊ നമ്മുടെ TP നന്ദകുമാർ സാറിന് ഒരുപാട് അനുഭവങ്ങൾ CBI-യുമായി ബന്ധപ്പെട്ടുണ്ട്. ഞങ്ങളുടെ ക്രൈമിന്റെ എഡിറ്റർ പിന്നെ TP നന്ദകുമാർ സാർ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഈ കേരള പോലീസ് കൊടുക്കുന്ന റിപ്പോർട്ടിൽ വെച്ചുകൊണ്ട് CBI അന്വേഷിച്ചാൽ CBI അന്വേഷണം എത്രത്തോളം ഇതാകുമെന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം എന്ന് സിദ്ധാർത്ഥന്റെ ഫാദറോട് സാർ സംസാരിക്കുന്നുണ്ടായിരുന്നു. അതെ നമുക്കറിയാം, അത് ഓർമ്മയുണ്ട് സാർ. അത് അദ്ദേഹം പറഞ്ഞിരുന്നു, ഓർമ്മയുണ്ട്. എന്തായാലും ഇതുവരെയുള്ള CBI-യുടെ നടപടികൾ നിങ്ങൾ സംതൃപ്തരാണോ? ഇതുവരെ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിഞ്ഞതിൽ അവര് കൃത്യമായ എല്ലാ തെളിവുകളും കൃത്യമായിട്ട് കൊണ്ടുപോയി ചെയ്തിരിക്കുന്നു എന്നാണ് ഞങ്ങളുടെ വിശ്വാസം. ഇനിയും ഞങ്ങളോടൊപ്പം അവര് കേന്ദ്രത്തിന്റെ ആളുകളായതുകൊണ്ട് ഞങ്ങളോടൊപ്പം നിൽക്കും. ഞങ്ങൾക്ക് അനുകൂലമായി നിങ്ങളോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഗവർണറെ ഇത്തരം കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. അപ്പോൾ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ അടുത്ത് ഈ കാര്യങ്ങളൊന്നും ധരിപ്പിക്കാൻ ശ്രമിക്കും. തീർച്ചയായിട്ടും സാർ, ഇത്തരം കാര്യങ്ങൾ ഗവർണറെ ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. അപ്പൊ ഗവർണർ ഇതെല്ലാം ആയിക്കഴിയുന്നതിന് മുന്നേ ഗവർണർ ഇടപെടുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്മേലൊരു നല്ല നീതി കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അതോടൊപ്പം തന്നെ സാർ, ഞങ്ങളിപ്പം നമ്മളെ മുൻ കേന്ദ്രമന്ത്രി മുരളീധരൻ സാറ് എപ്പോഴും ഞങ്ങൾ എപ്പോ വിളിച്ചാലും സാർ ഉടനെ എത്തുന്നുണ്ട്, കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്, എന്ത് സഹായവും എപ്പോഴും ചെയ്തു തരും. അദ്ദേഹത്തിന്റെ അടുത്ത് ഈ കാര്യങ്ങൾ പറയുന്നുണ്ട്. അദ്ദേഹത്തിന്റെ രീതിയിൽ ചെയ്യുന്നുണ്ട്. ഞങ്ങളത് അറിയുന്നില്ല എന്ന് മാത്രം. അദ്ദേഹം അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. CBI-യുടെ മറ്റുള്ള കാര്യങ്ങളും എനിക്ക് പറയാമോന്ന് അറിയില്ല. അദ്ദേഹത്തിന്റേതായ രീതിയിൽ കാര്യങ്ങൾ നടത്തുന്നുണ്ട്. ഞങ്ങൾ ഏത് സമയത്ത് വിളിച്ചാലും ഫോൺ എടുക്കും. ഉടനെ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ എന്നെ വന്ന് കാണണ്ട, ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് അദ്ദേഹം വീട്ടിൽ തന്നെ ഉടനെ എത്താറുണ്ട്. അദ്ദേഹം ഞങ്ങളോടൊപ്പം തന്നെ എപ്പോഴും ഉണ്ട്. ഗവർണറെ പോലെ തന്നെയാണ് മുരളീധരൻ സാർ ഞങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ട്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും അപ്ഡേറ്റ് ചെയ്യുകയും CBI-യിലെ അടുത്ത് ഞങ്ങൾ ഈ ആശങ്കകളൊക്കെ അദ്ദേഹത്തിന് ധരിപ്പിച്ചു. അദ്ദേഹം ഉടനെ തന്നെ അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടുണ്ട്. ഈ ഗവർണറുടെ നടപടിയിൽ നിങ്ങൾ ഗവർണറോട് നന്ദി അറിയിക്കുകയും മറ്റുമൊക്കെ ഉണ്ടായോ? ഗവർണറെ അദ്ദേഹത്തിന്റെ ഓഫീസിൽ തന്നെ ഞങ്ങള് ഇതിപ്പോ ഈ നടപടി വന്നതേ ഉള്ളൂ. അദ്ദേഹം ഇപ്പം ഉണ്ടോന്ന് അറിയില്ല, വിളിച്ചാലും പറ്റില്ല. നാളെ എന്തായാലും അദ്ദേഹത്തിനെ വിളിച്ച് നന്ദി പറയുന്നുണ്ട്. അതെ സാർ, അപ്പോ മറ്റ് ഇതിന്റെ മേൽ നടപടികളിൽ എന്തെങ്കിലും ഒരു മാധ്യമം എന്ന രീതിയിൽ ഞങ്ങളുടെ സഹായം ആവശ്യമാണെങ്കിൽ ദയവായി ബന്ധപ്പെടുക. ഞങ്ങൾ എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് നൽകുന്നതാണ്. മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അതെ, തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളിൽ ഇപ്പൊ ഈ വിഷയത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിൽ വളരെ സന്തോഷം, നന്ദി.